ലോക്സഭാ ഇലക്ഷന് പിന്നാലെ മുഖ്യമന്ത്രിയും സർക്കാരും ജനങ്ങളിലേക്ക് ഇറങ്ങുന്നു. ഇങ്ങ് കേരളത്തിലല്ല, അങ്ങ് തമിഴ്നാട്ടിൽ. മുഖ്യമന്ത്രി മുത്തുവേൽ കരുണാനിധി സ്റ്റാലിനും DMK നേതൃത്വം നൽകുന്ന സർക്കാരും ജനസമ്പർക്ക പരിപാടിയുമായി രംഗത്ത്. ഇലക്ഷനിലെ സമ്പൂർണ്ണ പരാജയത്തിന് ശേഷമല്ല, വൻ വിജയത്തിന് പിന്നാലെയാണ് പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തിരുത്താൻ ഇനിയും ഞങ്ങൾ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു സർക്കാർ സംവിധാനം ജനങ്ങളിലേക്ക് എത്തുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ സീറ്റുകൾ തൂത്തുവാരിയെങ്കിലും തുടർന്ന് നടന്ന സംഭവങ്ങൾ DMKയെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. വിഷമദ്യ ദുരന്തം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി പ്രതിപക്ഷം രംഗത്തെത്തിയതോടെ ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ സ്റ്റാലിൻ നേരിട്ട് രംഗത്തിറങ്ങി. ജനസമ്പർക്ക പരിപാടിയുമായി, ഒപ്പം നീങ്കൽ നലമ എന്ന പേരിൽ മുഖ്യമന്ത്രിയുടെ ഫോണിൻ പരിപാടിയും. സംസ്ഥാന പോലീസിൽ പരക്കെ സ്ഥലം മാറ്റം നടത്തി ക്രമസമാധാന പാലനത്തിൽ കൂടുതൽ ജാഗ്രത. പാർട്ടി നേതാക്കൾക്ക് കർശന നിർദ്ദേശങ്ങളും. തെറ്റുതിരുത്തി സ്റ്റാലിൻ മുന്നോട്ട് നീങ്ങുന്നു. അവിടെ ജയിച്ചിട്ടും തിരുത്താൻ ഒരു മുഖ്യമന്ത്രി തയ്യാറാകുമ്പോൾ ഇവിടെ 19 സീറ്റിലും തോറ്റിട്ടും പാഠം പഠിക്കാത്ത ഒരു മുഖ്യമന്ത്രിയും സർക്കാരുമാണുള്ളത്. ൽ അധികാരമേറ്റ ശേഷം പിണറായി വിജയൻ ഇതുപോലെ പാർട്ടിക്കകത്ത് വിചാരണ ചെയ്യപ്പെട്ട മറ്റൊരു ഘട്ടമുണ്ടായിട്ടില്ല. ഒരു പരിധിക്കപ്പുറം ഇത്തവണ മുഖ്യമന്ത്രിയുടെ പെരുമാറ്റ ശൈലിയെക്കുറിച്ച് വരെ പാർട്ടിയിൽ വിമർശനങ്ങൾ ഉയർന്നു. എന്നാൽ വിചിത്ര ന്യായീകരണങ്ങൾ മാത്രമാണ് മറുപടി. ജമാഅത്തെ ഇസ്ലാമി, SDPI തുടങ്ങിയ സംഘടനകൾ UDFന് അനുകൂലമായി പ്രവർത്തിച്ചു. ക്രിസ്ത്യാനികളിൽ ഒരു വിഭാഗം BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്തു തുടങ്ങിയവയാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ കണ്ടെത്തൽ. ഒപ്പം നിയമസഭയിലും ലോക്സഭയിലും 2 വോട്ടിംഗ് പാറ്റേൺ ആണെന്ന പാർട്ടി വക ന്യായീകരണവും. പൗരപ്രമുഖരെ ജില്ല തോറും കണ്ട മുഖ്യമന്ത്രിക്കും സർക്കാരിനും ജനങ്ങളിലേക്ക് ഇറങ്ങി തെറ്റുതിരുത്താനുള്ള പദ്ധതികളില്ല. വൻ വിജയം നേടിയിട്ടും ഒരു മുഖ്യമന്ത്രി വീണ്ടും ജനങ്ങളിലേക്ക് അടുക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരാൾ അകലം പാലിക്കുന്നു. ദേശീയ തലത്തിൽ ഒരേ മുന്നണിയുടെ ഭാഗമായവർ, അടുത്ത സുഹൃത്തുക്കൾ. പക്ഷെ 2 നേതൃത്വത്തിന്റെയും ജനങ്ങളോടുള്ള നിലപാടുകൾ രണ്ടു തന്നെ.